بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. خلاصة الفقه الإسلامي രണ്ടാം വാള്യം. ഔലന്നാസി ബിൽ മയ്യിത്തി, മനുഷ്യരിൽ മയ്യിത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ. ഔലന്നാസി, ജനങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ടവൻ. ബി തൽഖീനിൽ മുഹ്തളരി, മരണാസന്നന് തഹ്ലീല് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവൻ. ഗൈറുൽ മുത്തഹമി, തെറ്റിദ്ധരിക്കപ്പെടാത്തവരാണ്. തെറ്റിദ്ധരിക്കപ്പെടാവുന്നവർ ആരെപ്പോലെ? കൽ വാരിസി, അവകാശിയെപ്പോലെ. വൽ അദുവി, ശത്രുവിനെ പോലെ. വൽ ഹാസിദി, അസൂയക്കാരനെ പോലെ. വ ഔലാഹും ബി തഗ്മീലിഹി, മയ്യിത്തിന്റെ കണ്ണ് ചിമ്മിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ. വസായിരി മാ യുഫ്അലു ബിഹി അഖിബ മൗതിഹി, മരിച്ച ഉടനെ മയ്യിത്തിനെ കൊണ്ട് ചെയ്യപ്പെടേണ്ട മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവൻ. അർഫഖു മഹാരിമിഹി, തന്റെ മഹറമുകളിൽ വെച്ച് ഏറ്റവും കൃപയുള്ളവരാണ്. ആണാണെങ്കിൽ ആണായിരിക്കണം, പെണ്ണാണെങ്കിൽ പെണ്ണായിരിക്കണം ചെയ്തു കൊടുക്കേണ്ടത്. ഔ അഹദു സൗജൈനി, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരിൽപ്പെട്ട ഒരാളായിരിക്കണം. ഭാര്യയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ കണ്ണ് ചിമ്മിക്കൊടുക്കേണ്ടത് ഭർത്താവ്, അങ്ങനെയുമാവാം. വൽ ഔലാ ബി ഗസ്ലി റിജാലി, പുരുഷന്മാരായ മയ്യിത്താണെങ്കിൽ അവരെ കുളിപ്പിക്കാൻ ബന്ധപ്പെട്ടത് അർരിജാലു, പുരുഷന്മാരാണ്. വ ഔലാഹും ബിഹി, കുളിപ്പിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. ഔലാഹും ബിസ്വലാത്തി അലൈഹി, അവരെ മേൽ നിസ്കരിക്കാനും ബന്ധപ്പെട്ടത്. സുമ്മർ റിജാലുൽ അജാനിബു, അവരാരുമില്ലെങ്കിലാണ് അന്യപുരുഷന്മാർ. സുമ്മ സൗജത്തു, പിന്നെ ഭാര്യ. ഒരു പുരുഷൻ മരിച്ചതാണെങ്കിൽ ഭാര്യയും ഇല്ലെങ്കിലാണ്. സുമ്മൻ നിസാ ഉൽ മഹാരിമു, വിവാഹബന്ധം നിഷിദ്ധമായ മറ്റ് സ്ത്രീകൾ. വൽ ഔലാ ബി ഗുസ്ലിൻ നിസായി, സ്ത്രീകളെ കുളിപ്പിക്കാൻ ബന്ധപ്പെട്ടത് അൻ നിസാഉ, സ്ത്രീകളാണ്. വ ഔലാഹുന്ന ബിഹി, സ്ത്രീകളിൽ കുളിപ്പിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ അൻ നിസാ ഉൽ അഖാരിബു, അടുത്ത കുടുംബക്കാരികളായ സ്ത്രീകളാണ്. സുമ്മൻ നിസാ ഉൽ അജാനിബു, പിന്നെ അന്യ സ്ത്രീകളാണ്. സുമ്മ സൗജു, അത് കഴിഞ്ഞാൽ ഭർത്താവ്. ഇവരാരുമില്ലാത്ത വിജനമായ ഒറ്റപ്പെട്ട സ്ഥലത്താണെങ്കിൽ ഭർത്താവ്. സുമ്മ റിജാലുൽ മഹാരിമു, പിന്നെ വിവാഹബന്ധം നിഷിദ്ധമായ മറ്റു പുരുഷന്മാർ. വൽ കാഫിറു, അവിശ്വാസി. വൽ ഖാതിലു, വധിച്ചവൻ. ഒരാൾ മരിച്ചുപോയി, മരണകാരണം മറ്റൊരാളുടെ ഖത്ലായിരുന്നു, ആ കൊന്നവൻ. വൽ അദുവു, ശത്രു. വൽ ഫാസിഖു, ഫാസിഖ്, ദോഷി. വസ്വബിയു, കുട്ടി. ഈ പറയപ്പെട്ടവർക്കൊന്നും ലൈസ ലഹും ഹഖ്ഖു തഖ്ദീമി, ഈ മുന്തിക്കേണ്ട അർഹത ഇവർക്കൊന്നുമില്ല, അവരെ ഒന്നും മുന്തിക്കേണ്ടതില്ല. വ ഔലന്നാസി ബിൽ ഇമാമത്തി, മയ്യിത്തിന്റെ മേൽ ജനാസ നിസ്കരിക്കുമ്പോൾ ഇമാമത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ടവർ അബുൽ മയ്യിത്തി, മയ്യിത്തിന്റെ പിതാവാണ്. ഫ അബൂഹു, പിന്നെ പിതാവിന്റെ പിതാവ്. സുമ്മൽ ഇബ്നു, പിന്നെ മകൻ. ഫബ്നുഹു, മകന്റെ മകൻ. സുമ്മൽ അഖു, പിന്നെ സഹോദരൻ. ഫബ്നുഹു, സഹോദരന്റെ മകൻ. സുമ്മൽ അമ്മു, പിതൃ സഹോദരൻ. ഫബ്നുഹു, പിതൃ സഹോദരന്റെ മകൻ. വൽ ഫാസിഖു, തെമ്മാടിയും. വൽ മുബ്തദിഉ, പുത്തനാശയക്കാരനും. വൽ ഖാതിലു, വധിച്ചവനും. ലാ ഹഖ്ഖ ലഹും ഫിൽ ഇമാമത്തി, അവർക്കാർക്കും ജനാസ നിസ്കാരത്തിന്റെ ഇമാമത്തിൽ യാതൊരു ഹഖുമില്ല. മകൻ, ബാപ്പ മരിച്ചാൽ മകൻ മുബ്തദി ആണെങ്കിൽ അവന് ഇമാമത്ത് നിൽക്കാൻ തന്നെ അർഹതയില്ല. വലാ യഹ്മിലുൽ ജനാസത ഇല്ല റിജാലു,
ജനാസയെ പുരുഷന്മാരല്ലാതെ ചുമക്കരുത്. വയുക്റഹു ഹംലുഹ ലിന്നിസായി, സ്ത്രീകൾക്ക് ജനാസ ചുമക്കൽ കറാഹത്താക്കപ്പെടും. വദഫ്നു, മറവ് ചെയ്യലും. ഐലൻ, മറവ് ചെയ്യലും മിൻ വളീഫത്തി റിജാലി, പുരുഷന്മാരുടെ ജോലികളിൽപ്പെട്ടതാണ്. നിസ്കാരം പോലെ തന്നെ മറവ് ചെയ്യലും മയ്യത്തിന് ചുമക്കലും എല്ലാം പുരുഷന്മാരുടെ ജോലികളിൽപ്പെട്ടതാണ്. വ ഔലാഹും ബിഹി, മറവ് ചെയ്യാൻ പുരുഷന്മാരിൽ ഏറ്റവും ബന്ധപ്പെട്ടവൻ അസ്സൗജു, ഒരു സ്ത്രീ മരിച്ചാൽ അവളുടെ ഭർത്താവാണ്. സുമ്മ ഔലാഹും ബിസ്വലാത്തി, ഭർത്താവില്ല എങ്കിൽ നിസ്കാരവുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാരാണോ ആ പുരുഷന്മാരാണ്. അവർ ഒറ്റയായിരിക്കൽ സുന്നത്താണ്. വൽ ഔലാ ബി തൽഖീനിൽ മയ്യിത്തി, മരിച്ച ശേഷം മറവ് ചെയ്ത ശേഷം മയ്യത്തിന് തൽഖീൻ ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ടവൻ റജുലുൻ മിൻ അഹ്ലി ദീനി വസ്വലാഹി, ദീനും സ്വലാഹും സ്വാലിഹീങ്ങളിൽപ്പെട്ട ദീനുള്ള ഒരു പുരുഷനാണ്. മിൻ അഖാരിബിഹി, ആ മയ്യത്തിന്റെ കുടുംബത്തിൽപ്പെട്ട. വഇല്ല, അവരില്ലെങ്കിൽ ഫമിൻ ഗൈരിഹിം, അവരല്ലാത്തവരിൽപ്പെട്ട പുരുഷനാണ്. വലവിജ്തമ ഇസ്നാനി ഫി ദറജത്തിൻ, ഒരേ ദറജയിൽ രണ്ടുപേർ ഒരുമിച്ച് കൂടിയാൽ, ബാപ്പ മരിച്ചു 2 മക്കളുണ്ടെങ്കിൽ, ഫൽ അസന്നു ഔലാ, ഏറ്റവും വയസ്സ് കൂടുതലുള്ള ആളാണ് ഏറ്റവും സ്ഥാനമുള്ളത്. മിനൽ അഫ്ഖഹി, ഏറ്റവും കർമ്മശാസ്ത്രം അറിയുന്ന ഫഖീഹിനേക്കാൾ വയസ്സ് കൂടുതലുള്ള ആൾക്കാണ് സ്ഥാനം കൊടുക്കേണ്ടത്. ബിസ്വലാത്തി, നിസ്കാരം കൊണ്ട്. വൽ അഫ്ഖഹു, ഏറ്റവും ഫിഖ്ഹ് അറിയുന്ന ആളാണ് ഔല, ഏറ്റവും ബന്ധപ്പെട്ടത്. മിനൽ അസന്നി, വയസ്സ് കൂടുതലുള്ള ആളെക്കാൾ ബന്ധപ്പെട്ടത്. ബിൽ ഗസ്ലി, കുളിപ്പിക്കാനും വദ്ദഫനി, മറവ് ചെയ്യാനൊക്കെ ബന്ധപ്പെട്ടത്. അപ്പൊ രണ്ടുപേരും തുല്യരാകുമ്പോഴാണ് പിന്നെ അവിടെ ഏറ്റവും സ്ഥാനം ആർക്കാണ് എന്ന് നോക്കേണ്ടത്. ഫഇൻ തനാസഅ മുസ്തവിയാനി, ഒരേ ദറജയിൽ തുല്യമായ 2 പേർ പരസ്പരം തർക്കിച്ചാൽ, ഉഖരിഅ ബൈനഹുമ, 2 പേരുടെ ഇടയിലും നറുക്കിടപ്പെടണം. വലൗ ഹളറത്ത് ജനായിസു, കുറേ ജനാസകൾ ഒരേ സമയത്ത് വന്നാൽ, ഫൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠത, ഇഫ്റാദു കുല്ലി ജനാസത്തിൻ, ഓരോ ജനാസയെയും പ്രത്യേകം പ്രത്യേകം തനിപ്പിക്കലാണ്. ബി സ്വലാത്തിൻ, ഓരോ നിസ്കാരം കൊണ്ട് വെവ്വേറെ നിസ്കരിക്കുക. എന്നാൽ വ തക്ഫി അലൈഹ, ഈ ജനാസകൾ എല്ലാം കൂടി മതിയാകും. ജമിയൻ, മുഴുവത്തിനും കൂടി. സ്വലാത്തുൻ വാഹിദത്തുൻ, ഒറ്റ നിസ്കാരവും മതിയാകും. അപ്പോൾ ആര് ഇമാമത്ത് നിൽക്കണം? ഫയുഖറഉ ബൈന ഔലിയാഇഹ, ഓരോ ജനാസയുടെയും ഔലിയാ, നിസ്കാരവുമായി ബന്ധപ്പെട്ട ആളുടെ ഇടയിൽ നറുക്കിടപ്പെടണം. തർക്കം ഒന്നും ഇല്ലെങ്കിൽ തന്നെ നറുക്കിടപ്പെടണം. ഫമൻ ഖറജത്ത് ഖുർഅതുഹു, ആരുടെ നറുക്കാണോ പുറത്തു വന്നത് അവർ ഫല്യ ഉമ്മ, അവൻ ഇമാമത്ത് നിൽക്കട്ടെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹാദാ, ഈ പറഞ്ഞ കാര്യം, ഇൻ ഹലറത്ത് ദഫ്അത്തൻ, എല്ലാ ജനാസകളും കൂടിയും ഒറ്റ പ്രാവശ്യമായി വന്നാലാണ്. വ ഇല്ല, ഇല്ല, ഒന്നിന് പിറകെ മറ്റൊന്നായി ക്രമപ്രകാരം വന്നാൽ, ഫയ ഉമ്മു വലിയു സാബിഖത്തി, ഏറ്റവും ആദ്യം ഏത് ജനാസയാണോ വന്നത്, ഈ സദസ്സിലേക്ക് കൊണ്ടുവന്നത്, ആ സാബിഖത്തായ ജനാസത്തിന്റെ വലിയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.